നമസ്കാരം. ഹാൻഡ് എംബ്രോയിഡറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ചെറിയൊരു ഒരു മിസ്റ്റേക്ക് വന്നിട്ടാണ് കേട്ടോ. ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്, ഇത് ബാക്ക് സ്റ്റിച്ച്, സ്പ്ലിറ്റ്, ചെയിൻ, ഫെദർ. ഇത് ഇത്രയും ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ്, സിംഗിൾ, ഡബിൾ, ത്രിബിൾ. ഓരോ ചുറ്റുന്ന അനുസരിച്ചിട്ടാണ്. നൂല് ഒരു ചുറ്റു ചുറ്റുമ്പോൾ സിംഗിൾ നോട്ട്, 2 ചുറ്റു ചുറ്റിടുമ്പം ഡബിൾ നോട്ട്, 3 ചുറ്റു ചുറ്റുമ്പം ട്രിപ്പിൾ. അങ്ങനെ ഫ്രഞ്ച് നോട്ട് ഇടാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ടൊരു ഫ്ലവർ ഡിസൈൻ ആയിരുന്നു. അപ്പോൾ എന്താ അറിയാൻ വയ്യാഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ഒരു പെൻ കൊണ്ട് വരച്ചു. അപ്പോൾ അത് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫെദർ ഇതിൽ പെറ്റൽസിൽ കറക്റ്റ് ആ അളവിൽ നിൽക്കണം. അപ്പം ഇത് തെറ്റി, ഇത് ശരിയായി വന്നില്ല. ഇപ്പം ഇനി പഠിച്ചൊക്കെ വരുമ്പം ഇതിങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇപ്പം ശരിക്കും ഫസ്റ്റ് ചെയ്ത് പഠിക്കാൻ ഇതുപോലെ ചെറിയ എതളുകളുള്ള പൂവായിരുന്നു വേണ്ടത്. അതിപ്പോൾ ഞാനിപ്പോൾ പെൻസിൽ കൊണ്ടൊരു ചെറിയ പൂവ് ഇത് വരച്ചിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ കറക്റ്റ് ആ ഇതിൽ തന്നെ നൂല് കൊണ്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലായത്, എനിക്ക് അറിയില്ലായിരുന്നു നീഡിൽ അങ്ങനെ സൈസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ വാങ്ങിയ നീഡിലല്ല കേട്ടോ ഫസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ട. ഇത് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ ഇതിനെക്കാട്ട് കുറച്ചും കൂടെ തിന്നായിരിക്കണം. എന്നാൽ ഇവിടെ ഈ നൂല് കയറേണ്ട ഹോള് വലുതായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ത്രെഡ് ഇതിലൂടെ, ഇതിപ്പോൾ നമ്മുടെ നോർമൽ ത്രെഡ് അല്ലല്ലോ, അപ്പോൾ അത് കയറണമെങ്കിൽ കുറച്ചുകൂടെ ഇതുപോലെ വലുപ്പമുള്ള എൻഡായിരിക്കണം. എന്നാൽ നീഡിലിന് ഇത്രയും കനം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം മനസ്സിലായി. പക്ഷെ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം ഈ ഹോളുകൾ കണ്ടോ, ഇവിടെ ഈ നമ്മൾ കുത്തി ഇറക്കുന്ന ഹോള് ഈ നീഡിലിൻ്റെ വലുപ്പത്തിലായി പോവും. അപ്പം നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനായിട്ട്, ഇതുപോലുള്ള ഈ ഫസ്റ്റ് മെയിൻ സ്റ്റിച്ചസും ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കനം കുറഞ്ഞ നീഡിലാണ് ആവശ്യമെന്ന് മനസ്സിലായി. പിന്നൊരു കാര്യം മനസ്സിലായത്, ഈ ത്രെഡുകൾ നമ്മൾ എടുക്കുമ്പം ഒരു കാരണവശാലും ഈ പേപ്പർ ടൈ ചെയ്ത് വെച്ച് അത് ഇളക്കി കളയരുത്. കളയാതെ തന്നെ ഇതിനകത്തൂടെ വലിച്ചു നൂല് ആവശ്യത്തിനുള്ള നീളത്തിന് എടുക്കാനാണ് വേണ്ടുന്നത്. അത് വലിച്ച് ഇളക്കി കളഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുപോലെ എല്ലാം കൂടെ കുരുങ്ങി ഇങ്ങനെ വരും. പിന്നെ അതിൽ നിന്ന് ഇളക്കി എടുക്കാൻ പാടാവും. ഇളക്കി കിട്ടിയില്ലെങ്കിൽ അത് ഫുൾ വേസ്റ്റും ആവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇളക്കി കളയാതെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ടേ. അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ഇവിടെ സ്റ്റാൻഡൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അത് പ്രത്യേകം കാണിച്ചു തരാൻ ഇപ്പോൾ പറ്റണില്ല. ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പം ഇത്രയുമാണ് ഇപ്പോൾ ഇന്നലെ ഒരു ദിവസമായിട്ട് പഠിച്ചത്. ഇനി പഠിക്കുന്നത് അടുത്ത വീഡിയോയിൽ. താങ്ക്